പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹ വന്ദനത്തെ ചൊല്ലുന്ന ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനവുമായിട്ട് വീണ്ടും ഒരു പകൽക്കാലവും നിൽക്കുവാൻ ദൈവം സഹായിച്ച വിധങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് പകലിനെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹ വന്ദനത്തെ ചൊല്ലുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകലെ ഒരു തിരുവചനം നിങ്ങളുടെ മുന്നിൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാജാക്കന്മാർ പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ളതായ തിശ്ബനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. വളരെ സുപരിചിതമായിട്ടുള്ള ഒരു തിരുവചനമാണല്ലോ നമ്മൾ വായിച്ചത്. നമുക്കറിയാം, നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ വളരെ ശക്തമായി നമ്മൾ പ്രസംഗിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു തിരുവചനമാണ് നമ്മൾ വായിക്കാനിടയായിത്തീർന്നത്. അവിടെ വായിക്കുന്നു, തിശ്ബയിൽ നിന്നുള്ളതായ തിശ്ബനായ ഏലിയാവ്. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഏലിയാവിനെ പരിചയപ്പെടുത്തുന്നത് പോലും ഒരു ദേശത്തിൻ്റെ പേര് പറഞ്ഞ, അല്ലേ? നമ്മളൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ അപ്പൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുപേര് മുഖാന്തരമാണ്. നമുക്കൊരു ലെറ്റർ വന്നാൽ പോലും നമ്മൾ വീട്ടുപേര് അല്ലേ ഉള്ളത് കൊണ്ടാണ് കറക്റ്റായിട്ട് അത് നമ്മുടെ വീടുകളിൽ എത്തുന്നത്. അപ്പോൾ ഞാൻ പറയാം, നമ്മുടെ ദേശത്ത് എന്നെ പോലൊരു വ്യക്തി അല്ലെങ്കിൽ എന്നെ അറിയാമോ എന്ന് ചോദിച്ചാൽ ചോദിക്കുന്ന ആ വ്യക്തികൾ ആദ്യം ചിലപ്പം ചോദിക്കും, ഇന്നാരുടെ മോനാണോ എന്ന് ചോദിക്കും, അല്ലേ? അല്ലെ ഇന്ന വീട്ടിലെ ആണോ എന്ന് ചോദിക്കും. നമ്മൾ വീട്ടുപേര് പറയുമ്പോൾ അവിടുത്തെ ആരുടെ മോനാന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഇന്നാരുടെ മോനാണെന്ന് ചോദിക്കും, അല്ലേ? പക്ഷേ ഞാൻ പറയട്ടെ, ഏലിയാവ് അവിടെ ചെന്ന് ഏലിയാവിനെ ദൈവം പരിചയപ്പെടുത്തുന്നത് ഏതെങ്കിലും മേൽവിലാസം മൂലമല്ല. അവിടെ പറയാണ്, തിശ്ബയിൽ നിന്നുള്ളതായ തിശ്ബനായ ഏലിയാവ്. ചുരുക്കം പറഞ്ഞാൽ, ദൈവം ഉപയോഗിച്ചത് ആ ഏലിയാവിന് പറയത്തക്കതായ ഒരു പാരമ്പര്യമൊന്നും നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല, അല്ലേ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ദൈവമേ, ഞാൻ ഇങ്ങനെ എനിക്ക് കഴിവില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് പഠനമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും പരാതി പറയുന്നവരാണ്. ഞാനിത് പകല് നിങ്ങളോട് പറയട്ടെ, ദൈവം നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ ഈ പറയത്തക്കതായ അല്ലെങ്കിൽ സ്തോത്രം കാര്യങ്ങളൊന്നും ദൈവം നോക്കുന്നില്ല. നിനക്ക് ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ ഒരു മനസ്സുണ്ടോ എന്നാണ് ദൈവം നോക്കുന്നത്. സ്തോത്രം. അപ്പം ഞാൻ പറയട്ടെ, ഏലിയാവിനെ കുറിച്ച് പറയുന്ന ബൈബിൾ പഠിപ്പിക്കുന്നത് നമ്മളെപ്പോലെ സമസ്വഭാവമുള്ളതായ ഒരു മനുഷ്യനായിരുന്നു ഏലിയാവ്, അല്ലേ? സ്തോത്രം. ചിലപ്പോൾ എൻ്റെ അഭിപ്രായം പറയാം, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവനായിരിക്കാം, പെട്ടെന്ന് സങ്കടം വരുന്ന വ്യക്തിയായിരിക്കാം, ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ സങ്കടം കാണുമ്പോൾ വേദനയുണ്ടാകുന്ന വ്യക്തി, അങ്ങനെ മനുഷ്യൻ്റെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഏലിയാവ്. പക്ഷേ ഈ ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ ആരോടാണ് പോയി ദൂത് പറയുന്നതാണ് വ്യത്യാസം, അല്ലേ? നമുക്കറിയാം, ഒരു രാജാവ് എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ അധിപതിയാണ്. സ്തോത്രം. നമുക്കറിയാം, രാജാവിൻ്റെ അതോറിറ്റിയും പവർ എന്ന് പറഞ്ഞാൽ ഒരു സ്തോത്രം, നമ്മുടെ ഇവിടെ പറയുന്ന ജനപ്രതിനിധിയുടെ 100 അധികാരവും പവറുമുണ്ട് ഒരു രാജാവിന്, അല്ലേ? നമുക്കറിയാവുന്ന സത്യമാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ നമ്മൾ തമ്മിൽ ഒരു അയൽവക്കക്കാരുമായിട്ട് നമുക്കൊരു തർക്കമുണ്ടായി, കേസുണ്ടായി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഒരു ദുർബല നിമിഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈവപ്പുണ്ടായെന്ന് വെച്ചു. നമ്മൾ ആ അയൽവക്കക്കാരനെ ശരിക്കും തല്ലി. നമ്മളവിടെ ചെന്നിട്ട് ഒരു രാഷ്ട്രീയക്കാരനെ കണ്ടിട്ട് അവനോട് സത്യം പറയുക. അവൻ പറയുക, ധൈര്യമായിട്ടിരിക്കെ, ഞാൻ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ SIയോ CA ഒക്കെ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പം നമ്മൾ ഉപദ്രവിച്ചെന്ന് പറഞ്ഞാലും ചിലപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് അവർ സംസാരിക്കും. കാരണം ഒരു നല്ല അല്ലെങ്കിൽ പവറുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷനുമായിട്ട് നല്ല പിടിയുള്ള ഒരു വ്യക്തി ആ CAയോ SIയോ കയറി ഒന്ന് ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ ലഘൂകരിക്കും, അല്ലേ? നമുക്കറിയാം, കോടതി, നമ്മുടെ ഇന്ത്യയിലെ കോടതികൾ, സുപ്രീം കോടതി ആണെങ്കിലും ഹൈക്കോടതി ആണെങ്കിലും അല്ല ജില്ലാ കോടതി ആണെങ്കിലും, ഒരു തെറ്റ് ചെയ്തവനെ കോടതിയിൽ ചെല്ലുകയാണെങ്കിൽ നമുക്കറിയാം, നല്ല നല്ല വക്കീലന്മാരെ കൊണ്ടുവന്ന് ആ വക്കീലന്മാരെ ആ പ്രതിക്ക് വേണ്ടി വാദിക്കുമ്പോൾ ചിലപ്പം തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ജഡ്ജിക്ക് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പിടികിട്ടാതെ വരുമ്പോൾ, സ്തോത്രം, എൻ്റെ ഒരു ചിന്ത പറയാണ്, ചിലപ്പം തെറ്റ് ചെയ്തവൻ ആ കേസിൽ നിന്ന് ഊരിപ്പോകാനിടയായിത്തീരും, അല്ലേ? അങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ കാണുന്നുണ്ട്.
ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, ഈ ഭൂമിയിലെ ഏത് നിയമസംഹിതകളാണെങ്കിലും ഏത് അധികാര കാര്യങ്ങളാണെങ്കിലും അവിടെയൊക്കെ നീക്കുപോക്കുകളുണ്ട് അല്ലേ. കോടതിയിലാണെങ്കിൽ ഒരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടും അല്ലേ. എന്നാൽ ഒരു രാജാവെന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല. സ്തോത്രം. എല്ലാ അധികാരമുള്ള വ്യക്തിയാണ്. ഒരുവൻ്റെ ജീവൻ എടുക്കുവാനും ഒരുവന് സംരക്ഷണം കൊടുക്കുവാനും അധികാരമുള്ള വ്യക്തിയാണ് രാജാവ്. സ്തോത്രം. നമുക്ക് രാജകൽപ്പന പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് നീക്കുപോക്കുകളൊന്നുമില്ല അല്ലെ. ഒരു മന്ത്രി കയറി അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ മന്ത്രി കയറി അല്ലെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ രാജാവിൻ്റെ ഭാര്യ കയറി നീ കാണിച്ച തെറ്റാണെന്നൊക്കെ പറഞ്ഞാലോ, അവിടെ രാജാവിൻ്റെ ആ വാക്കിന് പിന്നെ മാറ്റമൊന്നും ഉണ്ടാകും. രാജകൽപ്പന അന്ത്യശാസനമാണ് അല്ലേ. സ്തോത്രം. ഇതുപോലെ ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ അല്ലെ ദൈവഭക്തൻ നിസ്സാരക്കാരനായ ഒരു വ്യക്തിയോടല്ല കയറി ദൂത് പറഞ്ഞത്. സ്തോത്രം. എന്താണ്? ദേശത്തിൻ്റെ അധികാരമുള്ളതായ, രാജ്യത്തിൻ്റെ അധികാരമുള്ളതായ, ഒന്നാമൻ എല്ലാത്തിൻ്റെ മേലും അധികാരമുള്ളതായ രാജാവിനോട് പറയുകയാണ്, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു നിസ്സാര മനുഷ്യനാണ്, പക്ഷേ ഏലിയാവിനെ കൊണ്ട് പറയിപ്പിച്ച ഒരു ശക്തി ഉണ്ട്. അതാണ് അഭിഷേകം അല്ലേ. ഏലിയാവിനെ കൊണ്ട് പറയിപ്പിച്ചൊരു വലിയ ശക്തി ഉണ്ട്. അതാണ് ദൈവത്തിൻ്റെ ശക്തി. സ്തോത്രം. ആ ശക്തിയുടെ അഭിഷേകത്തിൻ്റെ അല്ലെങ്കിൽ നിറവിൽ നിന്നുകൊണ്ടാണ്, ആ ശക്തിയുടെ പ്രേരണയിൽ നിന്നുകൊണ്ടാണ് ഏലിയാവ് പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. നമ്മുടെ ദൈവദാസന്മാരൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. സ്തോത്രം. എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇസബേൽ, നമുക്കറിയാം ഇസബേൽ ആഹാബിൻ്റെ ഭാര്യയാണ്. ഇസബേൽ എന്ന് പറയുന്ന വ്യക്തി ആഹാബിനെ വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ഇസബേലിൻ്റെ കൂടെ തൻ്റെ ഗ്രഹത്തിലെ, ഇസബേലിൻ്റെ ഗ്രഹത്തിലെ കുറേ പ്രവാചകന്മാരെ കൂടെ കൊണ്ടുവന്നു. അല്ലെങ്കിൽ എന്താണ്, പ്രവാചകന്മാരെ കൂടെ കൊണ്ടുവന്നു. സ്തോത്രം. ആ പ്രവാചകന്മാരെന്താണ്, ഇസബേലിൻ്റെ വാക്ക് കേട്ടിട്ട് ദേശത്ത് പൂജകൾ നടത്തി, അന്യാരാധന നടത്തി. സ്തോത്രം. മഴ പെയ്ച്ചു കൊണ്ടിരുന്നൊരു കാലഘട്ടം. ഇന്നാൾ ഞാൻ ചർച്ചിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഈ നമുക്കറിയത്തില്ല, ബ്ലേഡ് പീരുവിനൊക്കെ പൈസയൊക്കെ കൊടുക്കുന്ന ഒരാൾ എന്നെ കണ്ട് സംസാരിച്ചു. എന്നോട് ചോദിച്ചു എവിടെ പോയി? ഞാൻ പറഞ്ഞു ചർച്ചിൽ പോയാ. അപ്പോൾ എന്നോട് ചോദിച്ചു ഇവിടെ മഴയൊക്കെയാണ്. ഞാൻ പറഞ്ഞു മഴയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറയണേ, ഞങ്ങളുടെ നാട്ടിൽ മഴയില്ലാതായിട്ട് മാസങ്ങളായി, അവിടെ ഓരോരുത്തർ മഴ പെയ്യിക്കാൻ വേണ്ടി പൂജ ചെയ്യാന്ന് പറഞ്ഞു. ഞാനിപ്പം നിങ്ങളോട് പറയട്ടെ, ഞാൻ വിധിയൊന്നും പറഞ്ഞതല്ല, അദ്ദേഹം പറഞ്ഞൊരു വാക്കങ്ങ് കടമെടുത്ത് പറഞ്ഞതേ ഉള്ളൂ. പൂജ ചെയ്യുക എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പം മഴ പെയ്യാൻ വേണ്ടി പൂജ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ശ്രദ്ധേയമായൊരു കാര്യമാണ്. അപ്പോൾ ഓർക്കണമേ, ഇസബേല് തൻ്റെ കൂടുള്ള പ്രവാചകൻ ബാലിൻ്റെയും അശോരയുടെയൊക്കെ പ്രവാചകന്മാരെ കൊണ്ടുവന്ന് എന്താണ് ഈ പൂജ ചെയ്യിച്ച് മഴ പെയ്ത് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിൽ ഏലിയാവ് പെട്ടെന്ന് ഏകനായ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ സാധാരണപ്പെട്ടവനായ ഏലിയാവ് കയറിച്ചെന്ന് പറയാ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. പ്രിയപ്പെട്ടവരെ, ആ അധികാരം ഒന്ന് ചിന്തിച്ചോണേ, ആ അഭിഷേകത്തിന് ശക്തി എന്തെന്ന് ചിന്തിച്ചോണേ. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം. ഏലിയാവെന്ന് പറയുന്ന മനുഷ്യൻ്റെ മേൽ ഇത്രയും പവർ ഉണ്ടായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായ നമ്മുടെ മേൽ എന്തുമാത്രം ശക്തിയും അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. നമ്മൾക്ക് പലപ്പോഴും നമുക്ക് പലതിനും പേടിയാണ് അല്ലേ. നമ്മൾ രാത്രിയിലൊന്ന് മുറ്റത്ത് പോലും ഇറങ്ങണമെങ്കിൽ നമ്മൾ ഇരുട്ടിനെ നമുക്ക് പേടിയാ, വരത്തുപോക്കിനെ പേടിയാ, പിശാചിനെ പേടിയാ, പലപ്പോഴും പലവിധമായ ഉപാധികൾ പറഞ്ഞ് നമ്മൾ പേടിയാന്ന് പറയാറുണ്ട്. എന്നാൽ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ധൈര്യത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും അഭിഷേകമാണ്. ഒരു നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പതറിപ്പോകുന്നതല്ല നമ്മുടെ അഭിഷേകം. ആ അഭിഷേകം എന്ന് പറഞ്ഞാൽ ഒരു ശക്തിയുടെ മുന്നിലും മുട്ടുമടക്കാത്തതാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ, ദാവീദിനെ നമുക്കറിയാമല്ലോ. ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവാകുന്നതിന് മുമ്പേ തൻ്റെ മേൽ അഭിഷേകം വീണു. പക്ഷേ തൻ്റെ അപ്പം പറഞ്ഞു, തൻ്റെ സഹോദരന്മാരെല്ലാം പടക്കി ശൗലിൻ്റെ കൂടെ ഒരു പടയിൽ യുദ്ധമുഖത്താണ്, നീ അവരെ പോയി വിശേഷം അറിയാമെന്ന് പറഞ്ഞ് ദാവീദിനെ പറഞ്ഞു വിടുന്നുണ്ട് അല്ലേ. സ്തോത്രം. നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത് എന്താണ്, ദാവീദ് ചെല്ലുമ്പോൾ തൻ്റെ സഹോദരന്മാരെല്ലാം എന്താണ്, യുദ്ധമുഖത്ത് അല്ലേ. ദാവീദ് എന്നപ്പോൾ ദാവീദ് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ തൻ്റെ സഹോദരന്മാർ പലവിധമായ അവനെ മടുപ്പിക്കുന്ന പല വാക്കുകൾ പറഞ്ഞു. നീ പയ്യനാ, അല്ലെങ്കിൽ നിനക്ക് എഴുതിയാട്ടം കൂടുതലാ എന്നൊക്കെ പറഞ്ഞ് മടുപ്പിക്കുന്നുണ്ട്. പക്ഷേ ദാവീദിന് അങ്ങനെ ഈ ഗോലിയാത്തിൻ്റെ വെല്ലുവിളിയെ കണ്ടപ്പോൾ ദാവീദ് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവൻ്റെ മേലുള്ള അഭിഷേകത്തിന് ആ ഗോലിയാത്തിൻ്റെ വെല്ലുവിളിയെ കണ്ടിട്ട് കാണാതെ പോകാൻ കഴിഞ്ഞില്ല. അവനെ ധൈര്യത്തോട് പറയാൻ, ഈ അഗ്രചർമ്മി ജീവനുള്ള ദൈവത്തിൻ്റെ സേനയെ നിന്ദിക്കാൻ ഇവൻ ആരെന്ന് ചോദിച്ചിട്ട് അവൻ്റെ നേരെ ഓടിയെടുക്കുവാനിടയായി തീർന്നു.
നമുക്കറിയാം ശിംശോന്റെ മേലും ശിംശോന്റെ മേൽ പകർന്ന അഭിഷേകം നമുക്കറിയാം. ദലീല ബന്ധിച്ചെങ്കിലും ഒരു ചാടി എഴുന്നേൽപ്പെട്ടപ്പോൾ അവൻ്റെ മേലുള്ളതായ ആ കെട്ടെല്ലാം കരിഞ്ഞു പോകാനിടയായി തീർന്നു. സ്തോത്രം. നമുക്കറിയാം അപ്പോസ്തലന്മാരുടെ കാലത്തിൽ നമുക്കറിയാമല്ലോ, എന്താണ് ആ ദേവാലയത്തിൻ്റെ ഗോപുരത്തെങ്കിലും കടന്നവൻ എന്താണ് ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നത്. വെള്ളിയും പൊന്നും എൻ്റെ മേലില്ല, എനിക്കുള്ള നിനക്ക് തരുന്നു, നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷം അവൻ ചാടി എഴുന്നേറ്റു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നാളുകളായിട്ട് പലവിധ പ്രശ്നങ്ങളുടെ മുന്നിൽ എന്താണ് ഒരു നിവർത്തിയില്ലാതെ ഭാരപ്പെട്ട് തലകുനിച്ചിരിക്കുന്നവരായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്ന ഒരു ദൂതുണ്ട്. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം നിസ്സാരമല്ല, നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ശക്തി നിസ്സാരമല്ല. ഇന്ന് പകൽക്കാലം ഒന്ന് ഉണരാൻ തയ്യാറാണെങ്കിൽ ദൈവം ചിലതിനെ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ തകർക്കുവാൻ തയ്യാറാണ്. ഉടപവാരികമനെ ഹസ്തനെ ജീവൽപൗടെ ഹന്തൽ കമന വേദഗമന ജീവഗമന ഹസ്തേ വൈഷവൗടെ ഹന്തൽ കടകന. നമ്മൾ ദൈവത്തിന് മക്കളാണ് പ്രിയപ്പെട്ടവരെ. ഹാലലിയ. പർവ്വതങ്ങൾ കുലുങ്ങിയാലും അത് സമുദ്രമധ്യേ വീടെന്ന് പറഞ്ഞാൽ ഞാൻ ഭയപ്പെടത്തില്ലെന്ന് സങ്കീർത്തനക്കാരൻ പറയാനിടയായിത്തീർന്നു. 91 സങ്കീർത്തനം പറയുന്നു, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേര് വീഴുമെന്ന് ദൈവത്തിന് കരുതലുള്ളപ്പോൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? അപ്പോൾ ദൈവത്തിന് അധികാരമുള്ളവൻ ഭയപ്പെടേണ്ട കാര്യമില്ല, അവൻ തലകുനിക്കേണ്ട കാര്യമില്ല. സ്തോത്രം. നിന്റെ നാവിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് അന്ധകാര ശക്തികളെ നോക്കിക്കൊണ്ട് നീ അധികാരത്തോടെ പറ. ചിലതൊക്കെ മാറിപ്പോകട്ടെ എന്ന് പറ. നിന്റെ കുടുംബത്തെ നോക്കി പറ, നിന്റെ തലമുറയെ നോക്കി പറ, നിന്റെ സാമ്പത്തിക മേഖലയെ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക തലങ്ങളെ നോക്കി പറ, നിന്റെ ഭാവിയെ നോക്കി പറ. ഇന്ന് പകൽ വിശ്വാസത്തോടെ പറയാൻ നിനക്ക് കഴിയുമോ? ആമേൻ. പ്രവാചകൻ പ്രവചിച്ചപ്പോൾ യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം നമ്മൾ കാണുന്നു. ആ പ്രവാചകൻ അസ്ഥികളെ നോക്കി പ്രവചിച്ചപ്പോൾ, കാറ്റിനെ നോക്കി പ്രവചിച്ചപ്പോൾ കാറ്റ് വന്ന് വീശി. അസ്ഥിയെ നോക്കി പ്രവചിച്ചപ്പോൾ ഒരു കുലുക്കമുണ്ടായി. അസ്ഥിയോട് വന്നു ചേർന്നു, മാംസം വന്നു, ഞരമ്പ് വന്നു. ഇന്ന് പകൽ ഞാനിത് പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ മേലൊരു അഭിഷേകം പകരാൻ ദൈവത്തിന് തയ്യാറാ. ഞാൻ പറയും, നിങ്ങളുടെ അധികാരം എന്തെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ ദൈവമക്കളെ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ശൂന്യതയെ നോക്കിക്കൊണ്ടാണോ നിങ്ങൾ ഭാരപ്പെടുന്നത്? നിങ്ങളുടെ തലമുറയുടെ വിഷയത്തെ നോക്കിക്കൊണ്ടാണോ ഭാരപ്പെടുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെ മദ്യപാനത്തെ നോക്കിക്കൊണ്ടാണോ ഭാരപ്പെടുന്നത്? ഇന്ന് പകൽ അധികാരത്തോടെ പൈശാചിക കോട്ടകളെ നോക്കിക്കൊണ്ട് പറ, യേശുവിൻ്റെ അധികാരമുള്ളവനാണ് ഞാൻ, യേശുവിൻ്റെ നാമത്തിൽ വഴിമാറട്ടെ എന്ന് പറഞ്ഞാട്ടെ. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏലിയാവിനെ ദൈവം ഉപയോഗിച്ചത് വലിയ കഴിവുള്ളവനായിട്ടൊന്നുമല്ല. അഭിഷേകത്തിൻ്റെ ശക്തി ഏലിയാവിൻ്റെ മേലുള്ളത് കൊണ്ട് ഏലിയാവ് ദൈവത്താൽ ഉപയോഗിക്കപ്പെടാനിടയായി. നമുക്ക് കർമ്മേലിൻ്റെ പർവ്വതത്തിൻ്റെ മുകളിലെ മറ്റു പ്രവാചകന്മാരെല്ലാം നോക്കി നിൽക്കും. ഒറ്റയൊരു വ്യക്തിയായിട്ട് നിന്നുകൊണ്ട് ദൈവത്തിനു വേണ്ടി തീയിറക്കുവാനിടയായി. ഞാൻ പറയട്ടെ, തനിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരും സപ്പോർട്ടില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയാണ്, നിങ്ങളെ ഉപയോഗിക്കുന്നത് ദൈവമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളെ ഏലിയാവിനെ ഉപയോഗിച്ചതുപോലെ ദൈവത്തിന് പ്ലാനിനായിട്ട് ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മേൽ അഭിഷേകം പകർന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചില വിഷയങ്ങൾ ഈ നാളുകളിൽ ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങളോട് പറയാം, ഇവിടെ ശുശ്രൂഷയാണെങ്കിൽ ഒരു BTHO MDHO ഒന്നും വേണമെന്നില്ല. അഭിഷേകമുണ്ടെങ്കിൽ, അഭിഷേകത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ, പഠിത്തമൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല. പഠിത്തം കൂടുന്നവരും അറിവ് നല്ലതാണ്. പക്ഷേ അഭിഷേകത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ ശുശ്രൂഷയിൽ നമുക്ക് ഒരു മനുഷ്യനും നമ്മളെ മാറ്റി നിർത്തുവാൻ കഴിയത്തില്ല. സ്തോത്രം. നമുക്കറിയാം, പത്രോസിനെയൊക്കെ സംബന്ധിക്കുമ്പം അറിയാം, അപ്പോസ്തലന്മാർ, എനിക്കറിയാം പലരും ഇതിനെ വിമർശിക്കുമെന്നോ ചിന്തിക്കുമെന്നൊക്കെ. അപ്പോസ്തലന്മാരെ അല്ലെങ്കിൽ ശുശ്രൂഷയെ സംബന്ധിച്ച് അവർക്ക് വെറും കഴിവില്ലാത്തവരായിരുന്നു, അല്ലേ? മുക്കുവന്മാരായ വ്യക്തികൾ, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. നമുക്കറിയാം, മുക്കുവന്മാരുടെ ഇടയിലൊക്കെ പോയി നമുക്ക് അവിടെ പോയി, അല്ലെ ആ സൗരങ്ങൾ എന്നെ കേൾക്കുന്നത് ക്ഷമിക്കണം, ഞാൻ പറയാം, അവരുടെ ഒരു പ്രത്യേക രീതികളാണല്ലേ. പക്ഷെ അങ്ങനെ ഒരു മനുഷ്യരെയാണ് ദൈവം ശക്തരായിട്ട് പുറത്തു കൊണ്ടുവന്നത്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ കഴിവല്ല ദൈവത്തിന് വേണ്ടത്, നിങ്ങളുടെ ജ്ഞാനമല്ല ദൈവത്തിന് വേണ്ടത്. ഞാൻ നിങ്ങളെ ലജ്ജിപ്പിക്കാൻ ദൈവം ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. സ്തോത്രം. ഞാൻ ഒത്തിരി വലിയ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏലിയാവിൻ്റെ മേലൊരു അഭിഷേകം ഉണ്ടായതുകൊണ്ട് അവൻ ശത്രുവിനെ കണ്ടില്ല, ഭയപ്പെട്ടില്ല. അവൻ രാജാവിൻ്റെ മുഖത്ത് നോക്കി അധികാരത്തോടെ പറഞ്ഞു. നിസ്സാരനായ മനുഷ്യനെ അഭിഷേകം വന്നപ്പോൾ ശക്തരാക്കി തീർക്കുവാനിടയായി തീർന്നു. ഇന്ന് പകല് നിങ്ങളുടെ മേലൊരു അഭിഷേകമുണ്ടോ? നിങ്ങൾ രാജ്യങ്ങളെ ചലിപ്പിക്കുന്നവരാകും. നിങ്ങളുടെ മേലൊരു അഭിഷേകമുണ്ടോ?
രോഗരാജ്യങ്ങൾ നിങ്ങളുടെ വാക്കിന് മുന്നിൽ ചെവി ഓർക്കുന്ന സമയങ്ങൾ മുന്നിലുണ്ട്. നിങ്ങളുടെ മേലൊരു അഭിഷേകമുണ്ടോ? ബന്ധനങ്ങൾ നിങ്ങളുടെ മുന്നിൽ മാറിപ്പോകും. അപ്പോസ്തലന്മാർ കാരാഗ്രഹത്തിൽ ആരാധിച്ചപ്പോൾ അവർ കൈകാലുകളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു വേണമെന്നുള്ള ദൈവത്തിൻ്റെ വചനം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് കുറേ കാര്യങ്ങൾ ചെയ്തു, കാര്യങ്ങൾ തീർന്നു എന്നല്ല. ഈ കാലഘട്ടത്തിലും ദൈവത്തിന് ചിലർ ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട്, പ്ലാനുണ്ട്. നിങ്ങളുടെ മേലും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പാത്രമാക്കി, ദൈവത്തിനെ ആയുധമാക്കി ദൈവത്തിന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പദ്ധതിയുണ്ട്. ഇന്ന് പകലെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അഭിഷേകം നിമിത്തം മുഖം തകരും. ഇന്ന് പകൽ നിങ്ങൾ അഭിഷേകത്തിലേക്കൊന്ന് കയറി നിൽക്കേ. നിങ്ങൾ ആരാണെന്നുള്ള ബോധ്യം ഒന്നുണ്ടാകട്ടെ. ദൈവം നിങ്ങളിൽ കൂടെ വലിയ കാര്യങ്ങൾ ചെയ്യിക്കും. നിങ്ങളെ ദൈവം ഉപയോഗിക്കും. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥന. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, കേട്ട വചനത്തിന് ഉപകാര സ്തോത്രം. കർത്താവെ, കേൾക്കുന്ന ഞങ്ങളുടെ മക്കളെ എല്ലാം അനുഗ്രഹിക്കണം. അഭിഷേകത്തിന് നിമിത്തം കർത്താവെ അവരെ ശക്തിയുള്ളവരാക്കി തീർക്കണം. ഞങ്ങളുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കും, മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഫോണ് ക്ലാരിറ്റി എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല, സ്തോത്രം. എങ്കിലും നിങ്ങളെ സ്തോത്രം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. എൻ്റെ പേര് ജസ്റ്റിൻ, വെണ്ണിക്കുളത്താണ് വീട്. നിങ്ങളും എൻ്റെ ശുശ്രൂഷകളെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.